CJ റോയിയുടെ ദുരൂഹമായിട്ടുള്ള മരണം, അതിലെന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്ന് നമുക്കറിയോ? നമുക്കിപ്പോഴും അറിയില്ല. ഒരു കുഴപ്പവും ഈ വിഷയത്തിൽ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളും നമ്മളെ നാട്ടിലുണ്ട്. വെള്ളപൂശാനായിട്ട് ശ്രമിക്കുന്ന മാധ്യമങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ടത് സത്യമാണ്. അദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു, എന്തുകൊണ്ട് സ്വയം വെടിവെച്ച് മരിച്ചു? അതെ, സ്വയം വെടിവെച്ചതാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഇതാണ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എങ്ങനെയാണ് ഇപ്പം ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള TA ജോസഫ് മാധ്യമങ്ങളെ കാണും, വാർത്താ സമ്മേളനം നടത്തും എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത്. ഒരു തരത്തിലുള്ള കള്ളപ്പണ ഇടപാടും കോൺഫിഡന്റ് ഗ്രൂപ്പിന് ഇല്ല എന്നും അദ്ദേഹം പറയുകയാണ്. എങ്ങനെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണണം? പുറത്ത് വന്ന നമുക്ക് മനസ്സിലാകുന്ന വിവരങ്ങളും ഇദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പുകളും റോയിയുടെ മകൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാം പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ് പറയുന്നത്. ഇവർ പറഞ്ഞ യാതൊരു പ്രശ്നവുമില്ല, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സേഫാണ്, വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നൊരു കമ്പനി, നല്ല പ്രോഫിറ്റിൽ പോകുന്നു, ബാധ്യതകളൊന്നുമില്ല. അങ്ങനെ ഒരു കമ്പനിയുടെ MDക്ക് സാമാന്യതയിൽ ടെൻഷൻ വരേണ്ട ആവശ്യമില്ല. ആത്മഹത്യ ചെയ്യണമെങ്കിൽ വേറെ ഡിപ്രഷൻ ഉണ്ടാകണമെങ്കിൽ ഡിപ്രഷൻ്റെ കാരണമാണ്. വളരെ നേരത്തെ ഉണ്ടെന്നാവും ഡിപ്രഷൻ ഉണ്ടെന്നാവും, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നും ഇടയ്ക്ക് മരുന്ന് മേടിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വിവരം പുറത്തു വന്നിട്ടുണ്ടോ? റോയി നേരത്തെ തൊട്ട് ഡിപ്രഷനായിരുന്നു, അതുകൊണ്ട് ഓഫീസിൻ്റെ ചുമതല കമ്പനി നടത്താൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിരുന്നു. റോയിയുടെ അസുഖം കാരണം വേറൊരാളെ ഏൽപ്പിക്കുകയും അയാൾ തട്ടിപ്പ് കാണിക്കുകയും ചെയ്താലോ, പവർ ഓഫ് അറ്റോണിയോ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കുന്നതാലോ? അങ്ങനെ സംഭവിക്കത്തില്ലേ? ഇവിടെയും ദുബായിലൊക്കെ ആയിട്ട് റൺ ചെയ്യുന്ന കമ്പനിയാണ്. ഈ ഓവറോൾ സൂപ്പർവിഷൻ പറ്റുമായിരുന്നോ റോയിക്ക്? അത് വെക്കേണ്ട കാര്യമാണ്. കാരണം റോയി ഈ അസുഖം ഉള്ളവനായിരുന്നുവെങ്കിൽ. ഞാനൊരു കാര്യം പറയട്ടെ, കോൺഫിഡന്റ് ഗ്രൂപ്പ് CJ റോയിയുടെ ഈ മരണം മലയാളികളെ ബാധിക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെയല്ല, നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ കൾച്ചർ, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, യു വിൽ ബി റെസ്പെക്റ്റഡ്. പണ്ടും പറയാറുണ്ട്, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കെട പണം തീർക്കും. ഇപ്പോൾ റോയി അങ്ങനെ ഒരു നാണം കെട്ട പണം മേടിച്ചില്ല നമുക്കറിയത്തില്ല. പക്ഷെ നാണം കെട്ട തൊഴിലിന് പോകാൻ സംശയമുണ്ട്. പലരും ആരോപിക്കുന്നത് റോയി നാണം കെട്ട തൊഴിലിന് പോയി, മയക്കുമരുന്ന് വിൽപ്പന ഉൾപ്പെടെ അന്തസ്സുള്ള ചെയ്യാൻ പോകുന്ന പണിയല്ലത് ആണോ? അതൊരു സാധ്യത മാത്രമാണ്, ആരോപണം മാത്രമല്ല. റോയിയുടെ കാര്യത്തിൽ സത്യസന്ധമായ വിവരങ്ങൾ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ പോലീസ് അവതരിപ്പിക്കാത്തത്തോളം കാലം വ്യാഖ്യാനങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിക്കുക തന്നെ ഏത് കാര്യത്തിലും തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നതും നമ്മുടെ ചില നിഗമനങ്ങളിൽ, അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. വളരെ പെട്ടെന്ന് റോയിയുടെ മാനേജർ പത്രസമ്മേളനം നടത്താൻ വരുന്നു. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിയാനൊക്കെ പറ്റി, ഇത്ര ബൃഹത്തായ കമ്പനിയുടെ ആസ്തി ബാധ്യതകളെല്ലാം വെരിഫൈ ചെയ്യാനൊക്കെ പറ്റിയോ? അയാളായിരുന്നോ ചുമതലക്കാരൻ? അല്ല, കമ്പനിയുടെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള TA ജോസഫ്, അദ്ദേഹത്തിന് പിന്നെ നമ്മൾ കള്ളപ്പണം വാങ്ങാറുണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റുമോ? താങ്കൾ ചോദിച്ചാണ് ചോദ്യം. അത് പറയാൻ പറ്റില്ല. പക്ഷേ അത് ശരിയാണ്, ഞങ്ങള് കള്ളപ്പണം വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യാറ്, ഇങ്ങനെ ഒരു മാനേജിംഗ് ഡയറക്ടറിനും പറയാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞാണ് നിന്റെ യഥാർത്ഥ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കള്ളപ്പണമൊന്നും മേടിച്ചില്ലെന്നും സത്യസന്ധമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുമാണെന്നും നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ആർക്കുണ്ട്? തീർച്ചയായിട്ടും ആ ആവശ്യത്തിന്റെ ഫലമാണ്. അല്ലാതെ അത് അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഒരു മാനേജിംഗ് ഡയറക്ടർ പ്രവർത്തിക്കേണ്ടത്. പക്ഷെ ആ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള തെറി എന്ന് പറയുന്നതാണല്ലോ. ഇദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട് ആ കൂട്ടത്തിൽ. ഈ റോയിക്ക് മരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള, എന്തുകൊണ്ടും മരിച്ചു എന്നുള്ള വിവരം ഇവരിപ്പോഴും പറയുന്നില്ലല്ലോ. ഇവർ പറയുന്ന രീതിയിലായിരുന്നു ഈ കമ്പനിയുടെ സ്റ്റാറ്റസ് എങ്കിൽ, അതുപോലത്തെ സ്മൂത്ത് റണ്ണിങ് ആയിരുന്നെങ്കിൽ റോയിക്ക് മരിക്കേണ്ടി വരില്ലായിരുന്നു നമ്മൾ പറയുന്നത്. ഇവർ പറയുന്നതാണ് ശരിയെങ്കിൽ. അപ്പോൾ ആ ടെൻഷൻ ഉണ്ടാകാൻ, ഡിപ്രഷൻ ഉണ്ടാകാൻ ഒരു കാരണമുണ്ട്, ഒരു കോസ്റ്റ് ഉണ്ട്. എന്തായിരുന്നു അതിൻ്റെ കോസ്റ്റ്? ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ കമ്പനിയുടെയും മാനേജ്മെൻറ്റും മകനും ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി? ഇതൊന്നും നമുക്കറിയത്തില്ല. ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് അറിയത്തില്ല. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഇവർ വന്ന് പറയാം കമ്പനിക്ക് ഒരു കുഴപ്പമില്ല, നിക്ഷേപകരുടെ പൈസ എല്ലാം തിരിച്ചു കൊടുക്കും. നമുക്ക് ഇവിടെ സംശയം ഉണ്ടാവാനുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ എളുപ്പമാണ്, വളരെ വളരെ എളുപ്പമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ എളുപ്പമാണ്, സാധാരണ ജനങ്ങളുടെ. പക്ഷേ എല്ലാവരുടെയും കണ്ണിൽ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ 2006 കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത്. 2026 ആകുമ്പോഴത്തേക്ക് അവർ 20ാം വാർഷികം ആനിവേഴ്സറി ആഘോഷിക്കേണ്ട വേളയാണ്. ആ സമയത്താണ് ഈ വളരെ ട്രാജിക് ആയിട്ടുള്ള ഈ ഡെത്ത്, അദ്ദേഹത്തിന്റെ മരണം, ആത്മഹത്യയൊക്കെ സംഭവിക്കുന്നത്.
2006 തൊട്ട് ഈ 2025 വരെ ഈ ചെറിയ കാലയളവാണ്. ഈ കാലയളവിൽ എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ഇത്രമാത്രം ഗ്രോ ചെയ്യാനായിട്ട് അഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ച കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഇത് വളരെ നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടൊക്കെ ഇത്തരത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന സംശയം തീർച്ചയായിട്ടും നമുക്കെല്ലാം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ സംശയിക്കാൻ പാടില്ല എന്ന് ഒരാൾക്കും പറയാനുള്ള അവകാശമില്ല. നമ്മൾക്ക് സംശയിക്കാം. അല്ല, മറുവശത്തുനിന്ന് സത്യം വരാത്തടത്തോളം കാലം നമുക്ക് നമുക്ക് സംശയിക്കാം. നമ്മൾ പറയുന്ന നല്ല അഭിപ്രായങ്ങളെ പോലും സംശയമായിരിക്കും. നമ്മൾ വസ്തുനിഷ്ഠമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാകുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്നാ കണക്കാക്കണേ? നമ്മൾ ഊഹാപോഹം പറയുകയാണ്, പ്രചരിപ്പിക്കരുത്. അപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാകാത്ത ജോസഫ് എന്ന് പറഞ്ഞ മാനേജിങ് ഡയറക്ടർ, ഇവരിൽ ആരെങ്കിലും ഇ ഡി ചോദ്യം ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ? ഭാര്യയെ ചോദ്യം ചെയ്തിട്ട് കേട്ടിട്ടുണ്ടോ? മകനെ ചോദ്യം ചെയ്തിട്ട്? ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇടപാട് ഉത്തരവാദിത്തം ഈ മനുഷ്യൻ്റെ പട്ടിക്കായിരുന്നോ? മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത റോയിയുടെ പദ്ധതിക്കായിരുന്നു ആ കമ്പനിയുടെ മുഴുവൻ ഉത്തരവാദിത്വം. ഡിപ്രഷനുള്ള രോഗി 6 മാസമായിട്ട് ഇയാളുടെ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോ? അറിയാമോ? ഇയാളുടെ പവർ ആർക്കെങ്കിലും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ചെറിയ ഓഫീസിൽ ഡെലിഗേറ്റ് ചെയ്തു. അത് കൊടുക്കാത്ത ഒറ്റയാളെ പിണറായി വിജയനെ കാണുന്നുള്ളൂ. വേറെ ആർക്കും ഡെലിഗേറ്റ് കൊടുക്കില്ല, അമേരിക്കയിൽ പോയി അവിടെ പോയാൽ. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു റോയിക്ക്. റോയി ആരോഗ്യവാനാണെങ്കിൽ, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തയാളാണെങ്കിൽ ഡിപ്രഷൻ്റെ കാര്യം പറയാൻ പറ്റിയില്ല. ഡിപ്രഷനുള്ള ഒരാൾ ഇതുപോലൊരു കമ്പനി റൺ ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും സിവിയർ മെൻ്റൽ സ്ട്രെയിൻ ഉള്ള ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ബാങ്ക് അറിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ കമ്പനി ആകുമ്പോൾ ബാങ്ക് അറിയില്ലേ? ഒരു പേപ്പർ സൈൻ ചെയ്താൽ എന്ത് വാലിഡിറ്റി ഉണ്ട്? ഇപ്പം നിങ്ങൾക്ക് മാനസിക രോഗിയാണെന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നാ വേണം ചെയ്യാം. ഇതിലിപ്പം ആളുകൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതായത് സുഖപ്പെടുത്തുന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അസുഖകരമായിട്ടുള്ള, അതായത് സത്യത്തിലേക്ക് ഡിസ്റ്റർബിംഗ് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്ന ആൾ പ്രശ്നക്കാരനാക്കി മാറ്റുന്ന ചില പ്രവണതകളൊക്കെ ആളുകൾ കാണിക്കുന്നുണ്ട്. അതിലൊന്നും നമ്മൾ നമുക്കൊന്നും ഒരു വിഷയമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് സത്യത്തിലേക്ക് എത്തുന്ന ചോദ്യങ്ങൾ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മുമ്പിലുള്ള എന്താണ്, നമ്മളിവിടെ ഒരു കൺക്ലൂഷനിലേക്കും എത്തുന്നില്ല, ഒരു കൺക്ലൂഷനിലേക്കും എത്തുന്നില്ല. ഓപ്പൺ ആണ്, നമ്മൾ വളരെ ഫ്രീ ആൻഡ് ഓപ്പൺ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതായത് സാധ്യതകൾ അനവധിയാണ് സാധ്യതകൾ. അല്ലാതെ ഏതെങ്കിലും മാധ്യമം ഇട്ടുതരുന്ന റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇത് പറയുന്ന കാര്യമോ വിശ്വസിക്കേണ്ട ബാധ്യത നമുക്കില്ല. നമ്മളെപ്പോലും നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സംശയത്തോടുകൂടി മാത്രം വിശ്വസിച്ചാൽ മതി എന്നുള്ളതാണ്. പക്ഷെ ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതെ ഇതിന്റെ സാധ്യതകളിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ആരെങ്കിലും പേടിച്ചിട്ട് അത് ചെയ്യാതിരിക്കണോ? അല്ല, എനിക്ക് എൻ്റെ സംശയമല്ലേ, എത്ര പെട്ടെന്ന് മറ്റേ റോയിയുടെ ടി.ഐ. ജോസഫ് മാനേജിങ് ഡയറക്ടർ വന്ന് ഭാര്യയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വളരെ പെട്ടെന്ന് എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, നാട്ടിലേക്ക് പോകാൻ പിള്ളേരായിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് 2 ആഴ്ച മുമ്പ് അല്ല 3-4 മാസം മുമ്പ് ഇന്റർവ്യൂ കൊടുത്ത സ്ത്രീയാണ് ചുമതല ഏറ്റെടുക്കാൻ വന്നിരിക്കുന്നത്. ഇത് സ്വത്തിൻ്റെ പ്രശ്നമാണ്, സമ്പത്തിൻ്റെ പ്രശ്നമാണ്, എല്ലാ ബന്ധങ്ങളെയും തകർക്കാൻ കഴിവുള്ള പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം. എല്ലാ അച്ഛനും മകനും അമ്മയും മകനും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാ വീട്ടിലും കലഹങ്ങളുണ്ടാവും. അപ്പോൾ ഈ കലഹം ഇതുപോലൊരു കമ്പനിയിൽ ഉണ്ടാകത്തില്ലേ? ഉണ്ടായി ഉണ്ടോ? റോയിയുടെ പോക്ക് അല്ലെങ്കിൽ റോയിയുടെ വേറെ എന്തെങ്കിലും ചുറ്റിക്കളി, ഇതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസം കുടുംബത്തുണ്ടായെങ്കിൽ അങ്ങനെയും ടെൻഷൻ ഉണ്ടാകാമല്ലോ, അങ്ങനെയും ടെൻഷൻ ഉണ്ടാകും. അത് ഡിപ്രഷനിലേക്ക് മാറാം. കൂടുതൽ സിവിയർ ടെൻഷൻ ലീഡ്സ് ടു ഡിപ്രഷനിലേക്ക് എത്തുന്നത് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ആ ഡിപ്രഷനിലേക്ക് എത്തുന്ന രീതിയിൽ ഉണ്ടായൊരു മനുഷ്യൻ ഇത്രയും വലിയ കമ്പനി റൺ ചെയ്തുകൊണ്ട് പോയിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡിപ്രഷൻ ആംഗിൾ ആകപ്പാടെ തള്ളിക്കളിയാവട്ടെ. നോക്കൂ, വളരെയധികം ആത്മാഭിമാനിയായിട്ടുള്ള ആഡംബരപ്രിയനായിട്ടുള്ള ഒരാളായിരുന്നു CJ റോയ് എന്ന് പറയുന്നത്. അതായത് ലംബോർഗിനിയിൽ സഞ്ചരിക്കുക, ബുഗാട്ടി എന്ന് പറയുന്ന അത്യാഡംബര കാർ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവ സവിശേഷതയ്ക്കുടമയായിരുന്നു റോയ് എന്ന് പറയുന്നത്. ആ റോയ്ക്ക് ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റ് പല രീതിയിലേക്ക് തൻ്റെ ആത്മാഭിമാനത്തെ, തന്നിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾക്ക് താനൊരു പല രീതിയിലുള്ള തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരു അന്വേഷണത്തിലേക്ക് അങ്ങനെ കാണുമോ എന്നുള്ള ഭയം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അതും സംശയിക്കാം, നമുക്ക് സംശയിക്കുന്നതിൽ തെറ്റില്ല. നമ്മളെ ചെറിയ തോതിൽ എഫ്സ്റ്റൈൻ ഫയൽസിനെ കുറിച്ച് അതിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ പേരും ഞെട്ടിപ്പിക്കുന്ന അവരൊക്കെ ഇപ്പം റോയിയുടെ കാര്യം പറയുന്നത് ശരിയായിരുന്നെങ്കിൽ അവരെല്ലാം ഇപ്പം ആത്മഹത്യയുടെ സമയം കഴിഞ്ഞു. ഇതിൽ പലരും
എല്ലാത്തരം വൃത്തികേടും എല്ലാ സാമ്പത്തിക കുറ്റം ഉൾപ്പെടെ എല്ലാ ദ്വീപിൻ്റെ പേരാണ് ലോലിത എന്നെ അതെ അതെ, അവിടെ ഒരു ദ്വീപുണ്ട്. അത് ഏറ്റവും ക്രൂരന്മാരുടെ ദ്വീപാണെന്നാണ് പറയുന്നത്. അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയും വിശ്രമിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്ത ആൾക്കാരുണ്ട്, വലിയ വലിയ പുള്ളികൾ. അവരൊന്നും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? അവരൊന്നും ആത്മഹത്യ. ഇത് ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ഷാഡോ ഉണ്ടായി. റോയിക്ക് രക്ഷപ്പെടാൻ വേണ്ടി റോയി സ്വയം സൃഷ്ടിച്ച് 6 മാസമായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ട് വേറെ ആരും അറിഞ്ഞില്ല. അല്ല, നമ്മുടെ സംശയം എന്താണെന്ന് വെച്ചാൽ സാർ, ഇതില് ശരിക്കും റോയിയുടെ ഒരു ഇത്രയും വലിയ സമ്പന്നതയിൽ ജീവിച്ച, ആഡംബരതയിൽ ജീവിച്ച ഒരാള് പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്. കാരണം ആത്മഹത്യയല്ല ഒന്നിനുമുള്ള പരിഹാരം എന്നുള്ളതാണ് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്, നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടത് അതാണ്. ആത്മഹത്യയല്ല ഒന്നിനുമുള്ള പരിഹാരം. അപ്പൊ ഇത്രയും ബുദ്ധിമാനായിട്ടുള്ള, അത്രയും വലിയ ബിസിനസ് രീതികളെ കണ്ടിട്ടുള്ള, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടുള്ള CJ റോയ് എന്തിന് ആത്മഹത്യ ചെയ്തു? ആ ആത്മഹത്യ അദ്ദേഹത്തിനെ സംരക്ഷിക്കാനാണോ, അതോ അദ്ദേഹം ഇല്ലാതാവുന്ന വഴി മറ്റുള്ളവരെ സംരക്ഷിക്കാനാണോ? അദ്ദേഹത്തിന്റെ ബോസ് മുകളിലേക്ക് ഒത്തിരി ബോസുമാർ വേണം, അവരിലാരെങ്കിലും ഒക്കെ രക്ഷിക്കാനായി. ആണോ? റോയ്ക്ക് ഇതുപോലെ ആണോ എന്നുള്ളതാണ് ചോദ്യം. ആണെന്ന് പറയുന്നില്ല, ആയിരിക്കാവുന്ന പറയും. അതെ, ആണെന്ന് പറയാൻ ഞാൻ പോയി താറ്റി പറഞ്ഞ അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടുവരികയില്ലേ എന്ന രീതിയിലാണെന്ന് നമുക്കറിയത്തില്ല. സാധ്യതയാണ്. റോയിക്ക് മരിക്കാനുള്ള സാധ്യതയുണ്ട്, മരിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 6 മാസം ഡിപ്രഷൻ മരുന്നും കഴിച്ചുകൊണ്ട് ഇത്രയും വലിയ ബിസിനസ് റൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് അൺബിലീവബിൾ. വിശ്വസിക്കാൻ പറ്റുമോ? മറ്റാരുടെങ്കിലും സഹായം ഇല്ലാതെ ഇത്രയും ചികിത്സ നേടുന്ന ആ കമ്പനിയിൽ എത്ര പേരറിയും? ഈ കമ്പനിയിൽ ആരെങ്കിലും അറിയാതിരിക്കുമോ? പേഴ്സണൽ സെക്രട്ടറി ഉണ്ടാവും, വേറെ ഒത്തിരി സ്റ്റാഫുകാരുണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും, സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നു, ഹോസ്പിറ്റലിൽ പോകുന്ന വിവരങ്ങൾ ആരും അറിയാതിരിക്കുമോ? അതോ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇനി ഡോക്ടറെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ അവിടെ വീട്ടിലുള്ളവരറിയാം. ഈ വിഷയം അറിയാത്തവരാണോ വീട്ടുകാർ? അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പോയിട്ടില്ലേ? അതോ സിവിയർ ഡിപ്രഷൻ സിവിയർ ആകുമ്പോൾ അതിൻ്റെ ആങ്സൈറ്റി സിൻഡ്രോം ഡെവലപ്പ് ചെയ്താൽ ചിലപ്പം ആത്മഹത്യാ പ്രവണത ഉണ്ടാവും. പക്ഷേ ഇത് വളർത്താൻ ശ്രമിച്ചെങ്കിലോ ഡിപ്രഷൻ, അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്താൽ ഡിപ്രഷൻ വർദ്ധിക്കും. അതിൻ്റെ റിസൾട്ട് എന്താ? ആങ്സൈറ്റി സിൻഡ്രോം ഈ കുഴപ്പത്തിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്താ പറയുന്നത്, ചിന്തിച്ചാലൊരു അന്തവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് പറയുന്ന പോലെ നമുക്കിത് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് പറയുന്നവരാണ് ഭൂരിപക്ഷം ജനങ്ങൾ. പക്ഷെ നമ്മൾ അറിയാതെ ചിന്തിച്ച് പോവുക. നമുക്ക് യാതൊരു ബാധ്യതയുള്ള കാര്യം റോയ്ക്ക് എന്ത് സംഭവിച്ചാലും എന്നെയോ താങ്കളെയോ ഇവിടെ കേരളത്തിൽ ആരെങ്കിലും കാര്യമായി ബാധിക്കുന്ന പ്രശ്നമാണ്. എന്നിട്ട് പൈസ മുടക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ബാധിക്കും, അത്രേ ഉള്ളൂ. ഞാൻ അതാണ് സാർ, ഇത് നമ്മൾ ഈ വിഷയം പറയുമ്പോഴേ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് ഇനിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് സത്യത്തിന്റെ ഏതാനും ചെറിയ കണികകൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഞാനും നിങ്ങളും അതായത് ഏതാനും ചെറിയ കണികകൾ. ഇതിനോട് നമ്മളോട് റോയിയുടെ പേരെങ്ങനെ എഫ്സ്റ്റൈൻ ഫയൽ കാണുന്നല്ലോ അയക്കറിയാമോ? ഉണ്ടായിരിക്കുമോ? ചോദിക്കത്തില്ല വേണമെങ്കിൽ. ഇതെല്ലാം ലോകം മുഴുവൻ അറിയാൻ പോകാന്നുള്ള വിവരം കൂടെ അറിഞ്ഞാൽ അയാളുടെ ഇൻവെസ്റ്റേഴ്സിൽ അയാളെ പെട്ടെന്ന് പിടിക്കില്ലേ? ആലോചിച്ചോ, ഇതൊക്കെ ഒരു കണ്ണികൾ ഒരു 3 ലക്ഷം പേജുള്ള ഫയലാണെന്ന് പറഞ്ഞത് അതിൻ്റെ അകത്ത്. അപ്പോൾ ആരുടെയൊക്കെ പേര് കാണും? എൻ്റെ പേരിലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് മാത്രം. തൻ്റെ പേരിലെന്ന് എനിക്ക് ഉറപ്പില്ല, വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാധീനമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ റോയും അത്ര മോശക്കാരനല്ല, ഈ കൂട്ടത്തിൽ പെടുത്താവുന്ന, അതിന് തൊട്ട് താഴെയെങ്കിലും ഏറ്റവും താഴത്തെ തട്ടിലെങ്കിലും പെടുത്താവുന്ന ഒരു സമ്പന്നനായിരുന്നു റോയിയുടെ കമ്പനി അതായിരുന്നു. പിന്നെ ഈ കമ്പനി കസ്റ്റഡിയിലാക്കണം, അതിൻ്റെ ഗുഡ് വില്ല് കൈക്കലാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവരാണ്. വളരെ പെട്ടെന്ന് എല്ലാ നിക്ഷേപകർക്കെല്ലാം പൈസ അരിച്ചു കൊടുക്കും. ഇവിടുന്ന് എവിടെയാണ് നമ്മൾ തുടക്ക സമയത്ത് നമ്പൂതിരിയെ പറ്റിയിട്ട് പലവരും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്പൂതിരിയെ കാണാനില്ല എന്നുള്ളതാണ്. നമ്പൂതിരി മരിച്ചു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്പൂതിരിയെ കാണാനില്ല, കാരണം അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ അതേപോലെ ലതാ നമ്പൂതിരി. പക്ഷെ നിലവില് ലത എന്നുള്ള പേര് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. വേറൊരു ലതയുണ്ട്, ലതാ നമ്പൂതിരി ഉണ്ട് നമ്മുടെ കിളിരൂർ കേസില്. അപ്പം ഇവർ രണ്ടുപേരും നിലവില് ബാംഗ്ലൂരിൽ നമ്മളെ പല വിധത്തിലുള്ള അന്വേഷണത്തിലൂടെയും ഇപ്പൊ പലവരും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും വളരെയധികം വിഷമത്തിൽ, ഇവരുടെ ബിസിനസ്സൊക്കെ വലിയ രീതിയിൽ തകർന്നു പോയിരിക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ സാധാരണ ഒരു ജീവിതം നയിക്കുകയാണ് ഇവരെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പം ഇവരുടെ ബിസിനസ് എന്തായാലും തകർന്നു പോയിട്ടുണ്ട് വലിയ രീതിയിൽ. അപ്പൊ അതിന് കാരണക്കാരൻ റോയ് ആണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അവരെ അന്വേഷിച്ച് പോലീസ് പോയില്ലേ, ചോദിക്കുകയില്ലേ, ചോദ്യം ചെയ്യണ്ട പോലീസ് അവരെ. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ തിടുക്കമായിരുന്നു. മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ശവസംസ്കാരം മറ്റു പ്രക്രിയകളെല്ലാം നടത്തി പെട്ടെന്ന് ഇത് ഹഷപ്പ് ചെയ്യാൻ ആരൊക്കെയോ എന്തൊക്കെയോ ശ്രമിക്കുന്നതല്ല ഞാൻ ഫീൽ ചെയ്തു.
ഉം. തുടരന്വേഷണം പോകരുത്, ഉള്ള നേരത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി പിന്നെ ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ബാങ്കിലെ അക്കൗണ്ടിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാത്രം ഇത് മാറി. അതായത് എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പ്രധാന പ്രതികളെല്ലാം പുറത്തിറങ്ങി ജാമ്യം കിട്ടിയിരിക്കുകയാണ്. തൊണ്ടി മുതൽ എവിടെയാണെന്ന് നമുക്ക് അറിയേയില്ല. ഇതെന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളത് ഒരു അതുപോലത്തെ ഒരു കേസായിട്ട് അതുപോലത്തെ അത് മാത്രമല്ല അങ്ങനെ തന്നെ ആകുമെന്നാണ് കരുതപ്പെടേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കേസും കരുതപ്പെടേണ്ടത്. കാരണം സത്യം എന്ന് പറയുന്ന സാധനത്തെ മൂടി വെക്കുക എന്ന് പറയാനാണ് ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ, അതുമായി പ്രവർത്തിക്കുന്ന അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന മറ്റു പല പ്രസ്ഥാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം സത്യം ഒരിക്കലും പുറത്തേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിലവിൽ. ഇത്ര എല്ലാ ഡീലിങ്സിന്റെ പുറകെ കാണും. അതെ, ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അവരുടെ കൺട്രോളിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. സത്യം എന്തെങ്കിലും പുറത്തു വരുന്നിടം വരെ നമുക്കും. അതുകൊണ്ട് സത്യമേവ ജയതേ എന്നൊക്കെ പറയുന്നത് ഒരു കോമഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തന്നെ പോട്ടെ.